ചെറുപുഴ പഞ്ചായത്തിന്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വിവിധ മഴക്കാല രോഗങ്ങൾക്കെതിരെയും ഡെങ്കിപ്പനിക്കെതിരെയും ശക്തമായ പ്രതിരോധം തീർക്കുവാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും കൊതുക് വളരുവാൻ സഹായകരമായ ഒഴിഞ്ഞ പാത്രങ്ങൾ, റബ്ബർ ചിരട്ടകൾ, പാളകൾ, പൂച്ചെടികൾ എന്നിവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, മറ്റു കുപ്പികൾ തുടങ്ങിയ കൊതുക് പരക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുവാനും എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്നും ചെറുപുഴ പഞ്ചായത്ത് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട റെഡ് സോണിൽപ്പെട്ട പഞ്ചായത്താണെന്നും അതിനാൽ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്നും 19-ാം വാർഡ് അയൽക്കൂട്ട മീറ്റിംഗിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസാമ്മ പനക്കൽ അറിയിച്ചു. യോഗത്തിൽ ജോഷി കാഞ്ഞിരത്തിങ്കൽ, ജെയിംസ് മൂങ്ങാമാക്കൽ, VR സുനിൽകുമാർ, അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ, കെ കണ്ണൻ, ജീവ് ജെയിംസ്, സുനിത സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ഈ വർഷം നമുക്ക് 2024 വന്നാണ് 26-ൽ അത് വരാൻ സാധ്യതയുണ്ടെന്നാണ്. ആ 24-ൽ വന്ന പ്രദേശത്ത് ഡെങ്കിപ്പനിയുടെ അണുക്കൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീട് വിടാതെ കയറി ഇറങ്ങി നമ്മളൊരു ബോധവൽക്കരണം നടത്തുക. സ്ക്വാഡായിട്ട് തിരിഞ്ഞുകൊണ്ട് ഒരു 10-ഓ 20-ഓ അല്ലെങ്കിൽ 30-ഓ വീടുകൾ ഒരു സ്ക്വാഡായിട്ട് തിരിഞ്ഞുകൊണ്ട് രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങിയ ഒരു 11 മണി വരെ ഇറങ്ങി 10-20 വീട്ടിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കുമല്ലോ. അങ്ങനെ പോയിക്കൊണ്ട് അവരോട് നമ്മൾ അവർക്ക് ഉള്ള നിർദ്ദേശം നമ്മൾ കൊടുക്കാം. നമ്മൾ ഒരിക്കലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളല്ല ഇത് ചെയ്യേണ്ടത്, ആ വീട്ടുകാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം. അല്ല നമ്മൾ ചെന്ന് പാത്രം കമത്തുവോ ആളെ പുറപ്പോ ചെയ്യണ്ട. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം. തോട്ടത്തിൻ്റെ ഒക്കെ ആൾ സ്ഥലത്തില്ലാത്തവരാണെങ്കിൽ തോട്ടത്തിൽ ഉടമസ്ഥരുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ശേഖരിക്കാൻ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ വിളിച്ച് ചർച്ചയൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ കാളയാണെങ്കിലും ഇവിടെ സ്ഥലത്തില്ലാത്തവരാണെങ്കിൽ വിളിച്ച് നമുക്ക് പറഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു ക്രമീകരണം നമുക്ക് നടത്താം. അങ്ങനെ നമ്മൾ 19-ാം വാർഡിൽ നമ്മൾ വരാതെ ശ്രദ്ധിക്കണം. വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ആയിരിക്കുമല്ലോ. അവർക്ക് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് ഇറങ്ങേണ്ടി വരും. പിന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കൊതുകല്ലേ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് മാറി വേറെ ഒരാളെ കടിച്ചാലും അതുണ്ടാവുമല്ലോ. എനിക്കിപ്പോൾ ഡെങ്കിപ്പനി വന്നു എന്നെ കടിക്കുന്ന കൊതുക് ഇപ്പം അടുത്തിരിക്കുന്ന ഒരാളെ കടിച്ചാലും ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെ ആ ഒരു ഭാഗം തികച്ചും നമുക്ക് അന്നേരം ശരിക്കും കണ്ണൂർ ജില്ലയിൽ നമുക്ക് ചെറുപുഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനിയുടെ ഇതിൽപ്പെട്ട ഒരു പഞ്ചായത്താണ്. കണ്ണൂർ ജില്ലയിൽ റെഡ് സോണിലുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടേത് കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ വാർഡിലും ചെറുപുഴ പഞ്ചായത്തിലെ 20 വാർഡുകളിലും ഇതേ പ്രവർത്തനമാണ് നടത്തുന്നത്. അതിൻ്റെ പഞ്ചായത്ത് തല പ്രവൃത്തി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പാക്കഞ്ഞിക്കാട് 18-ാം വാർഡിൽ വെച്ച് ഞങ്ങൾ നടത്തി. തോട്ടത്തിൽ വെച്ച് ആ തോട്ടത്തിലുള്ള വരെ വിളിച്ച് പറഞ്ഞ് അവിടെ ചട്ടിയെല്ലാം അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് മഴക്കാലം പിന്നെന്ന് പറഞ്ഞാൽ ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് നിർത്തുമല്ലോ. അപ്പം ചട്ടിയെല്ലാം പറക്കി കൊണ്ടുപോയി കമത്തി വീടുകളിൽ കൊണ്ടുപോയി മഴ നനയാത്ത സ്ഥലത്ത് വെക്കാൻ അവരോട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഇനിയിപ്പോൾ നാളെ നമ്മുടെ വാർഡിലെ തട്ടുമ്മൽ 19-ാം വാർഡിൽ നമ്മുടെ തട്ടുമ്മൽ എന്ന പ്രദേശത്ത് ഇന്നലെ ഞങ്ങൾ മീറ്റിംഗ് കൂടി. അവിടുത്തെ അയൽസുകളിൽ 2 സ്ക്വാഡായി തിരിഞ്ഞ് ഞങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് ഇറങ്ങുവാണ്. ഇറങ്ങുന്ന സമയത്ത് പരമാവധി ഹെൽത്ത് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ കൂടെ ഒരാളെ നമ്മൾ ഉൾപ്പെടുത്തും.